What's up, Chelsea fans, football fans? Welcome back to Chelsea versus Morecombe 5-0 മാച്ച് റിവ്യൂ / ഡിസ്കഷൻ പോയിന്റ് / പല ടോപ്പിക്കുകൾ സംസാരിക്കണം / കാരണം ഒരു മാച്ച് റിവ്യൂ ആയിട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം എളുപ്പത്തിൽ പറഞ്ഞ ആദ്യ പകുതിയിൽ നമ്മൾ കാര്യമായിട്ട് ഇങ്ങനെ ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കില്ല. രണ്ടാം പകുതിയിൽ നമ്മൾ ഉണർന്നു വന്നു. ആദ്യ പകുതിയിൽ ശരിക്കും പറഞ്ഞ ഒരു ലക്കി ഡിഫ്ലക്ഷൻ ഗോൾ അല്ല, ടോസിന്റെ നല്ലൊരു ഷോട്ട്. ടോസിനാണ് താരം. പുള്ളിക്കാരനെ എടുത്ത ഷോട്ട് ഡിഫ്ലക്റ്റഡ് ആയി നമ്മൾ 1-0. രണ്ടാം പകുതി ആയപ്പോഴത്തേക്കും നമ്മൾ കുറെ കൂടെ ഒരു ഉഷാറായിട്ട് ഒരു 4 ഗോൾ അടിച്ചു. അതിൽ 2 ഗോൾ അടിച്ചത് ജോവാവ് ഫെലിക്സ്, 2 അസിസ്റ്റ് തന്നത് ടൈറിക് ജോർജ്. പിന്നെ ആരാ ഗോൾ അടിച്ചേ? ടോസിൻ. പിന്നെ അവസാനം ടോസിന്റെ കാലിൽ ബോൾ കിട്ടുമ്പോൾ എല്ലാവരും പറയും ഷൂട്ട്. അവസാനം ടോസിൻ പറഞ്ഞാൽ മതി, വല്ലി ഞാനൊരു ഷോട്ട് എടുക്കാം. അങ്ങനെ ടോസിൻ എടുത്തു 4-0. ഇനിയിപ്പോ ആരുടെ ഒരുതരം കൂടെ ഗോൾ അടിച്ചിട്ടുണ്ട്. 5 ഗോൾ നമ്മൾ അടിച്ചില്ലേ? ജോവാവ് ഫെലിക്സ് 2. ഇപ്പൊ പറയാം എല്ലാം ഞാൻ സെറ്റാക്കി തരാം. നിങ്ങൾ പേടിക്കണ്ട. നിങ്ങള് പെനൽറ്റി അല്ല, സോറി, പെനൽറ്റി എൻകുങ്കു മിസ്സാക്കി ആദ്യ പകുതിയിലൊരു പെനൽറ്റി. പിന്നെ പോരാത്തതിന് ഒരു റീബൗണ്ട് വന്നിട്ട് എൻകുങ്കു അത് ഫിനിഷ് ചെയ്തു. അതോടെ 5-0. നമ്മൾ കളി ജയിക്കേണ്ട കളിയായിരുന്നു. ഇറ്റ്സ് എക്സ്പെക്ടഡ്. കാരണം ഇങ്ങനത്തെ കളിയൊക്കെ ഇങ്ങനെ തോറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ക്രൂശിച്ച് വിമർശിച്ച് പരുവത്തിലാക്കിയതിനെ. 5-0 സ്കോർ ലൈൻ ആദ്യം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഭയങ്കര ഡോമിനേറ്റിംഗ് ആയിട്ട് കളിച്ചു എന്നുള്ളതല്ല. ഞാൻ അതപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യ പകുതിയിൽ ഒരു 3-0 ഒക്കെ ആയിരുന്നെങ്കിൽ രസമായേനെ. നമ്മൾ കുറെ ബോൾ കൺട്രോൾ ഒക്കെ ചെയ്തു എന്നുള്ളതൊക്കെ വളരെ ശരി തന്നെയാണ്. ബട്ട് ഓവറോൾ ഫൈനലി നമ്മൾ ആ കടമ്പ കടന്നു. നമ്മൾ 4ാമത്തെ റൗണ്ടിലേക്ക് പോയി, വിച്ച് ഇസ് ഗുഡ്. നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യം അത് നേടിയെടുത്തു. അപ്പൊ അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പറയാനില്ല. പക്ഷെ നമുക്ക് കുറച്ച് പ്ലെയേഴ്സിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് ആദ്യം യോർഗൻസിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ചെക്കന് അങ്ങനെ ഒരു അടിപൊളി ഗെയിം ആയിരുന്നില്ല. കുറച്ച് 2-3 കളികളായിട്ട് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഹി സ്ട്രഗ്ലിംഗ് അറ്റ് ടൈംസ്. പക്ഷെ യോർഗൻസിന്റെ ഒരു അടിപൊളി ഒരു മൊമെന്റ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഈ പ്രഷർ വന്നപ്പോഴത്തേക്കും ബാക്ക് ഹീലി കൂടെ ബോളൊക്കെ ഇങ്ങനെ ഡ്രിബിൾ ചെയ്തെടുത്തുകൊണ്ട് പോയ ഒരു സിറ്റുവേഷൻ അടിപൊളിയായിരുന്നു. പക്ഷെ ഓവറോൾ ഹി ഈസ് നോട്ട് 100% ടെക്നിക്കലി സൗണ്ട് ഗോൾ കീപ്പർ. ക്രോസസ് ഒക്കെ ഡീൽ ചെയ്യാൻ ചില വിഷമങ്ങളുണ്ട്. ചില സമയത്ത് അണ്ടർ പ്രഷർ വരുമ്പോഴത്തേക്കും പാസ് ചെയ്യുന്നതിൽ ഒരു ഇഷ്യൂ ഉണ്ട്. സോ വൈ മെറസ്ക ഫിലിപ്പ് യോർഗൻസിനെ പ്രിഫർ ചെയ്യുന്നില്ല ഓവർ സാഞ്ചസ് എന്നുള്ളത് ഒരു പക്ഷേ ഈ കളി കൂടെ തെളിവായിരുന്നു. ഈ കളി കൂടെ കുറെ കാര്യങ്ങൾ തെളിവാക്കിയിട്ട് ഉണ്ട് അത്. ആൻഡ് ഫൈനലി ഒരു പക്ഷേ മെറസ്കയുടെ ഡിസിഷൻസിൽ കുറേ കൂടെ ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ എന്തിന് മെറസ്ക ഡിസിഷൻ ഏറ്റെടുത്തു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ എനിക്ക് വന്നു തുടങ്ങി. ഫിലിപ്പ് യോർഗൻസൺ ഇസ് നോട്ട് 100%. പിന്നെ സാഞ്ചസിന് പകരം ഫിലിപ്പ് യോർഗൻസിനെ ഇറക്കി കഴിഞ്ഞാൽ എനിക്ക് വലിയ കോൺഫിഡൻസ് ഇല്ല ചില കാര്യങ്ങളിൽ. സാഞ്ചസ് പിന്നെ എപ്പോഴാണ് കിളി പോണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. ബട്ട് വി ഡെഫിനറ്റ്ലി നീഡ് എ നമ്പർ 1 ഗോൾ കീപ്പർ ഇൻ ദ ഫ്യൂച്ചർ എന്നുള്ളത് വളരെ എവിഡന്റ് ആണ്. ഫിലിപ്പ് യോർഗൻസൺ അതിനൊരു ഉത്തരമല്ല എന്നുള്ളത് എവിഡന്റ് ആണ്. ഈ ജോർഗെ പെട്രോവിച്ച്, പെൻഡേഴ്സ് കണ്ടറിയാം, അതിന് സമയമുണ്ട്. നൗ ഡിസാസ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിഞ്ഞൂടാ. ഡിസാസി മോശമില്ലായിരുന്നു. ഡിസാസിയുടെ ലെവൽ ഇതൊക്കെ തന്നെയാണ്. മോർകോംബ്, കോൺഫറൻസ് ലീഗ്, പറഞ്ഞിട്ട് കാര്യമില്ല. ടോസൻ വാസ് ഗുഡ് ആൻഡ് വാട്ട് എ സ്റ്റാർട്ട്. 45 മിനിറ്റ് ഫോർ അവർ ക്യാപ്റ്റൻ റീസ് ദ ജെയിംസ് ആൻഡ് റോമിയോ ലാവിയ. റീസ് ജെയിംസ് പുള്ളിക്കാരൻ എപ്പോഴാണ് ഇഞ്ചുർ ആവണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ പുള്ളിക്കാരൻ കളിക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഫീലാണ്. കാരണം ഹി ഈസ് എ കംപ്ലീറ്റ് ഫുൾ ബാക്ക്. പുള്ളിക്കാരൻ അവിടെ ഡിഫൻസിൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ടീമിലുണ്ടെങ്കിൽ തന്നെ ഒരു വല്ലാണ്ടൊരു അപ്ലിഫ്റ്റ്മെന്റ് ആണ് ആ ടീമിന് തന്നെ. ഒരു ടീമിന്റെ ഷേപ്പും ബാലൻസും മൊത്തത്തിൽ അങ്ങനെ മാറും. ഹീസ് സച്ച് എ ക്വാളിറ്റി പ്ലെയർ. ഇങ്ങനെ ഒരു ക്വാളിറ്റി പ്ലെയറിനാണ് ആൾക്കാർ വിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നെവർ സെൽ ഹിം. ഇഞ്ചുറി വരാണ്ടിരിക്കട്ടെ. ഹാപ്പി ടു സീ ഹിം. റോമിയോ ലാവിയ ഐ തിങ്ക് ഈസ് എ വെരി വെരി ഇമ്പോർട്ടന്റ് ചെൽസി പ്ലെയർ. ഇതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോയിൽ ഞാൻ പറയാം. ബട്ട് പുള്ളിക്കാരൻ ഒരു 45 മിനിറ്റ് കിട്ടി, വളരെ നല്ലത്. ഹി ലുക്ക് റിയലി കം. വി നീഡ് റോമിയോ ലാവിയ. കാരണം മെറസ്കയുടെ സിസ്റ്റത്തിൽ റോമിയോ ലാവിയ ഈസ് എ വെരി വെരി ഇമ്പോർട്ടന്റ് പ്ലെയർ. ഞാൻ പറഞ്ഞ പോലെ വേറൊരു വീഡിയോയിൽ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. വേഗ സ്റ്റാർട്ട് ചെയ്തു, അത്യാവശ്യം നല്ലോണം കളിച്ചു. പിന്നെ കുക്കുറയ സെക്കൻഡ് ഹാഫിൽ വന്നിട്ടാണ് കുറെ കൂടി ഉഷാറാക്കിയത്. പിന്നെ ടൈറിക് ജോർജ്, ഇവൻ കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. നമ്മളിപ്പോ ഒരു വിംഗറിന്റെ പുറകെ ലിങ്ക് ചെയ്യണതിൽ അർത്ഥമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ ടൈറിക് ജോർജിന്റെ ഡെവലപ്മെന്റിനെ അത് ബാധിക്കും. ദിസ് ഗൈ ഈസ് റിയലി റിയലി ഗുഡ്. കുറെ ടേക്ക് ഓൺസ്, 2 അസിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ രണ്ടും അങ്ങനെ എന്താ പറയുക ഭയങ്കര അസിസ്റ്റ് അല്ല, രണ്ടും പാസ് ആയിരുന്നു. ആ പാസ് അവരുടെ പ്ലേയേഴ്സ്, അല്ലെങ്കിൽ ഒന്ന് ടോസിനും ഒന്ന് ഫെലിക്സും അവരുടെ ക്വാളിറ്റിയിൽ കൺവേർട്ട് ചെയ്തു എന്നാണ്. അപ്പൊ അത് നമുക്ക് അസിസ്റ്റ് എന്ന് പറയാനില്ലെങ്കിലും ഓവറോൾ ടൈറിക് ജോർജിന്റെ ഗെയിം വാസ് റിയലി ഗുഡ്. പെഡ്രോ നെറ്റോ, ഞാൻ ഒരൊറ്റ കളിയെ പെഡ്രോ നെറ്റോയിൽ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിരുന്നു. ഇതിന് മുമ്പൊക്കെ ഞാൻ വിമർശിച്ചപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് എസ് കെ ബ്രോ നിങ്ങൾ പെഡ്രോ നെറ്റോനെ വല്ലാണ്ട് വിമർശിക്കുകയാണെന്നുള്ളത്. ഞാനത് കുറച്ച് കളികളായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കളി ഒഴിച്ച് അവന്റെ വർക്ക് റേറ്റ് കിടുവാണെന്നുള്ളതിൽ സംശയം വേണ്ട. പക്ഷെ മച്ചാൻ വേറൊരു ടീം ഓണറാണ്. ഒരു ബോൾ കൺട്രോൾ ഉള്ളൊരു ടീം ഓണറാണ്. അതായത്
ഒരു പേസ് മാത്രം എടുത്തിട്ട് അങ്ങോട്ട് ഓടിക്കുക, അല്ലാണ്ട് ഡ്രിബിൾ ചെയ്ത് 1-2 പേരെ പിന്നെ ഡിഫീറ്റ് ചെയ്ത് മോർക്കോമ്പിനൊക്കെ എതിരെയാണ് നമ്മൾ അത് കാണേണ്ടത്. 2 പ്ലേയേഴ്സിനൊക്കെ ഒന്ന് ഡ്രിബിൾ പാസ് ചെയ്ത് ഉള്ളിലേക്ക് ഓടി ഫൈനൽ തേർഡിലേക്ക് പെനൽറ്റി ബോക്സിന്റെ ഉള്ളിൽ കയറി ക്രോസ് കൊടുക്കുക. അതൊക്കെയാണ് നോണി മാഡോക്കിലേക്ക് ഞാൻ ഇൻസ്പയർഡ് ആവുന്നത്. നോണി മാഡോക്കിയുടെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ ഫൈനൽ തേർഡിൽ എത്തിക്കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് ആവറേജ് ആണ്. പെഡ്രോ നെറ്റോ അതുപോലും ചെയ്യുന്നില്ല. അപ്പോൾ ആരോ ട്വിറ്ററിൽ പറഞ്ഞ പോലെ നെറ്റോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കും നോണി മാഡോക്കെ സ്റ്റാർട്ട് ചെയ്താൽ മതി, നോണി മാഡോക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കും നെറ്റോ സ്റ്റാർട്ട് ചെയ്താൽ മതി. സോ ഡെഫിനറ്റ്ലി നമുക്ക് ആ റൈറ്റ് വിംഗറിൽ ഒരു ആവശ്യമുണ്ട്. അടുത്ത കൊല്ലം എസ്താവോ വില്യം വരുന്നതുകൊണ്ട് നമുക്കൊരു പ്ലെയർ അവിടെ ഉണ്ട്. പക്ഷെ അവൻ വളരെ നേരത്തെ ആയി പോവുമോ, അവന് സമയം വേണോ എന്നൊക്കെ ഉള്ളത് കണ്ടറിയാം. ബട്ട് പെഡ്രോ നെറ്റോ വാസ് നോട്ട് വെരി ഇംപ്രസീവ് ഇൻ ദിസ് ഗെയിം. പിന്നെ ജോവാ ഫെലിക്സ് ആൻഡ് എൻകൂങ്കു. ഫെലിക്സിലേക്ക് വരാം. എൻകൂങ്കു ഓൾസോ വളരെ ഈ പറയുന്ന പോലെ എക്സ്പ്രസീവ് ഒന്നും ആയിരുന്നില്ല. ഐ തിങ്ക് ഈസ് ഓൺ ഹിസ് വേ ഔട്ട്. പെനൽറ്റി മിസ് ചെയ്തു, രണ്ടാമത്തെ ഗോൾ അടിച്ചു. ഐ ഡോണ്ട് തിങ്ക് ഹി ഫിറ്റ്സ് ഇൻ ടു ദ സിസ്റ്റം. ഒരു ഹാഫ് സ്പേസ് പ്ലെയർ ആണെങ്കിൽ തന്നെയും അങ്ങനെ ഒരു ക്രിയേറ്റീവ് സ്പാർക്ക് പറയുന്ന ഒരു പ്ലെയർ അല്ല. മെറസ്ക പുള്ളിക്കാരൻ നമ്പർ 9 ആയിട്ട് ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നും തോന്നുന്നില്ല. കാരണം വേറൊരു റോൾ അങ്ങനെ കാര്യമായിട്ട് സൂട്ട് ചെയ്യുന്നത് തോന്നുന്നില്ല. ഫെലിക്സ് നേരെ മറിച്ച് കുറെ കൂടെ ക്രിയേറ്റീവ് ആണ്. എൻകൂങ്കു അങ്ങനെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു പ്ലെയർ അല്ല. ഒരു ലുക്കാക്കുവിനെ പോലെ ഒരു പ്ലെയറിന്റെ കൂടെ പാർട്ണർ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റൈലി ഉള്ള ഒരു പ്ലെയർ ആയിരിക്കണം എൻകൂങ്കു. സോ എൻകൂങ്കു വാസ് പ്രിറ്റി ഓക്കെ. മാർക്ക് ഗെയു എന്തുകൊണ്ട് പ്രീമിയർ ലീഗ് സ്റ്റാർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു. നല്ല പ്ലെയർ ആണ്, അത്യാവശ്യം പ്രഷർ ഒക്കെ ചെയ്യും. പക്ഷെ ഈ പറയുന്ന പോലെ ടൈറ്റ് സ്പേസിലും ഇങ്ങനത്തെയൊക്കെ മൊമെന്റിലും ഒരു കണക്കിന് കംപ്ലീറ്റ്ലി ഗെയിമിൽ നിന്ന് മിസ്സിംഗ് ആയിരുന്നു എന്ന് പറയാം. ഒരു ഷോട്ട് എടുത്തു, അടിപൊളി ഒരു ഷോട്ട് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഗെയിമിൽ സ്പേസ് ഇല്ല. അപ്പൊ സ്പേസ് ഇല്ലാണ്ടാവുമ്പോഴത്തേക്കും സ്ട്രൈക്കർ ഭയങ്കരമായിട്ട് ഐസൊലേറ്റഡ് ആയി പോവാണ്. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രൈക്കർ സ്വന്തമായിട്ട് കുറെ മൂവ്മെന്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തേ പറ്റൂ. അത് ഗിയുവിന് കാണിക്കാനായില്ല. അപ്പൊ എല്ലാവരും ഗിയുവിനെ നമ്മൾ പ്രീമിയർ ലീഗ് കളിപ്പിക്കുന്നില്ല എന്നൊക്കെ പറയുന്ന അർത്ഥം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ഗെയിമിൽ വൈ ഗിയു ഡസ് നോട്ട് പ്ലേ ഇൻ ദ പ്രീമിയർ ലീഗ് ഓഫൺ എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ജാക്സന് സീരിയസ്ലി ഒരു കോമ്പറ്റീഷൻ വേണം എന്നുള്ളത് വളരെ എവിഡന്റും ആണ്. ഇന്നത്തെ മത്സരം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഗിയു ഉള്ളിടത്തോളം കാലം അവന് തീർച്ചയായും ഗെയിം ടൈം ഒരു 10-15 മിനിറ്റ് വെച്ച് കിട്ടട്ടെ. നല്ലൊരു അവന്റെ ഡെവലപ്മെന്റ് നല്ലൊരു കാര്യം തന്നെയാണ്. ഫൈനലി ലെറ്റ്സ് കം ടു ജോവാ ഫെലിക്സ്. ജോവാ ഫെലിക്സിന്റെ കേസ് പറയുമ്പോൾ അവനെ ഇപ്പൊ എല്ലാവരും എനിക്ക് തോന്നുന്നു ട്വിറ്ററിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബോൺമത്തിനെതിരെ സ്റ്റാർട്ട് ചെയ്യണം, പ്രീമിയർ ലീഗിൽ അവൻ സ്റ്റാർട്ട് ചെയ്യണം. അവരുണ്ടെങ്കിൽ ഇത് ഞാനും എനിക്ക് തോന്നുന്നു ഒരു മത്സരത്തിൽ മെറസ്ക സിസ്റ്റം സബ് ചെയ്യാത്തപ്പോൾ ഞാനും പറഞ്ഞു ഫെലിക്സിനെ എന്തുകൊണ്ട് കൊണ്ടുവന്നൂടാ എന്നുള്ള രീതിയിൽ. ഫെലിക്സിന്റെ കേസ് ഭയങ്കര ഒരു എനിഗ്മയാണ്. എനിഗ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തന്റെ ഉള്ളിലുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോനെ ചിലപ്പോൾ ഉണർത്തി എഴുന്നേൽപ്പിക്കും. ആ എഴുന്നേൽപ്പിച്ച ആ ഗോളാണ് രണ്ടാമത്തെ ഗോൾ. ചെക്കൻ സിൽക്കി ബോളൊക്കെ ഡ്രിഫ്റ്റ് ചെയ്തൊരു ഒറ്റ ഷോട്ട്. പക്ഷെ ചില സമയത്ത് അവന്റെ ഉള്ളിലുള്ള, ചില സമയത്തല്ല മിക്ക സമയത്ത് അവന്റെ ഉള്ളിലുള്ള അഡാമ ട്രയോറയാണ് എണീറ്റ് വരുന്നത്. ഈ അഡാമ ട്രയോറെ, സെന്റ് മാക്സിമൻ, ഇവരൊക്കെ എക്സെപ്ഷണലി സ്കിൽഡ് ഫുട്ബോളേഴ്സ് ആണ്. അഡാമ ട്രയോറയ്ക്ക് ഇപ്പോഴും പിച്ചിൽ കാണിക്കുന്നുണ്ട് ആൾക്കാർ ഇങ്ങനെ അന്തം വിട്ടേക്കും. അവനെതിരെ ഡിഫെൻഡ് ചെയ്യാന്ന് പറയുന്നത് എളുപ്പമല്ല. പേസ് ഉണ്ട്, ഡ്രിബ്ലിംഗ് സ്കിൽസ് ഉണ്ട്, ബോൾ കൺട്രോൾ ഉണ്ട്. ആ മാഞ്ചസ്റ്റർ സിറ്റിക്കൊക്കെ എതിരെ അവൻ കളിച്ചിട്ട് ഫൈനൽ തേർഡിൽ വന്നു കഴിഞ്ഞാൽ സ്വാഹ എന്താ ചെയ്യേണ്ടതെന്ന് അവൻ അറിയില്ല. എക്സിക്യൂഷൻ ഭയങ്കര മോശമാണ്. ജോവാ ഫെലിക്സിന്റെ എനിക്ക് തോന്നുന്നു ഫൈനൽ തേർഡിലെ ഡിസിഷൻ മേക്കിംഗ് കൊള്ളാമെങ്കിലും എക്സിക്യൂഷൻ മിക്ക സമയത്തും ഭയങ്കര ഇൻകൺസിസ്റ്റന്റ് ആണ്. ഇത് കാണുമ്പോഴാണ് നമ്മൾ ആലോചിച്ചുകൊണ്ട് മച്ചാൻ എന്താണ് ഇങ്ങനെ ഇത്രയ്ക്ക് സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു പ്ലെയർ എന്തുകൊണ്ട് ഔട്ട്പുട്ട് തരുന്നില്ല എന്നുള്ളതിന്റെ ഉത്തരം ഇവിടെ നിങ്ങൾക്ക് ഞാൻ തരുന്നു. അതിൽ ഡിസിഷൻ മേക്കിങ്ങും എക്സിക്യൂഷനും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എക്സിക്യൂഷന്റെ ഡിസിഷൻ മേക്കിംഗ് ഐ തിങ്ക് ജോവാ ഫെലിക്സിന്റെ കൊള്ളാം, നല്ല ഡിസിഷൻ മേക്കിംഗ് ഉണ്ട്. പക്ഷെ എലീറ്റ് ലെവൽ ഡിസിഷൻ മേക്കിംഗ് അല്ല, ഒരു ആവറേജ് അബവ് ആവറേജ് ഡിസിഷൻ മേക്കിംഗ്. പക്ഷെ എക്സിക്യൂഷന്റെ കാര്യം വരുമ്പോൾ ചില സമയത്ത് അവൻ 5 out of 5 ചില സമയത്ത് അവൻ 1 out of 5. അവൻ 2 എക്സ്ട്രീമാണ്. അതാണ് ജോവാ ഫെലിക്സിന്റെ ഉള്ള ഒരു പ്രശ്നം. അപ്പൊ അങ്ങനെ അത്രയും ഇൻകൺസിസ്റ്റന്റ് ആയ ഒരു പ്ലെയറിനെ നമ്മൾ എപ്പോഴും കളിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷെ എന്നാലും പാൽമറിന് ഔട്ട്പുട്ട് ഇല്ലാത്ത ദിവസം ജോവാ ഫെലിക്സിന് തീർച്ചയായിട്ടും കളിക്കാം. അവന് കൂടുതൽ ഗെയിം മിനിറ്റ്സ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു 30-40 മിനിറ്റ്സ് എങ്കിലും അവൻ ഡിസേർവ് ചെയ്യുന്നുണ്ട് പ്രീമിയർ ലീഗിൽ എന്നുള്ള സംശയം വേണ്ട. സോ പാൽമർ എപ്പോഴാണോ ഔട്ട്പുട്ട് തരാത്തത് അവിടെ ഫെലിക്സിനെ ഇറക്കുന്നതിൽ തെറ്റ് എനിക്ക് തോന്നുന്നില്ല. നല്ല വർക്ക് റേറ്റ് ഉണ്ട്, നല്ലോണം ഡിഫെൻസീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് മെറസ്ക ഇതുവരെ ഫെലിക്സിനെ ഹാൻഡിൽ ചെയ്തത് ഒരു പക്ഷേ ഇംപ്രസീവ് ആണെന്ന് എനിക്ക് തോന്നുന്നു. വരുന്ന ഈ ഒരു സീസണിൽ ഇനി സെക്കൻഡ് ഹാഫ് ഓഫ് ദ സീസൺ എങ്ങനെയാണ് അത് മാനേജ് ചെയ്യാൻ പോണെന്നുള്ളതും കൂടെ നമുക്ക് കണ്ടറിയാം. പിന്നെ ജാനുവരിയിൽ കുറച്ചുപേര് പോകുന്നുണ്ട്. സാൻജോന് കുറച്ച് ഗെയിം ടൈം കിട്ടി. എനിക്ക് തോന്നുന്നു അവൻ ആ റൈറ്റ് വിങ്ങിൽ കളിക്കുന്നതാണ് ബെറ്റർ എന്ന് തോന്നുന്നു. അവൻ അവിടെ അവന്റെ സ്കിൽ സെറ്റ് ശരിക്കും പറഞ്ഞാൽ റൈറ്റ് വിങ്ങിലാണ് ഉള്ളത്. അവനൊരു സ്റ്റേർലിംഗ് കൈൻഡ് ഓഫ് റൈറ്റ് വിങ്ങർ ആണ്. അതായത് റൈറ്റ് ഫുട്ടഡ് റൈറ്റ് വിങ്ങേഴ്സ് ആണ് രണ്ടുപേരും. അവിടെ നിന്ന് ട്രിബിൾ ചെയ്ത് ഉള്ളിലേക്ക് കയറി പോകാനൊക്കെയാണ് അവനെ കൊണ്ട് കഴിയുന്നത്. ലെഫ്റ്റ് വിങ്ങറിനെക്കാളും അവൻ റൈറ്റ് വിങ്ങർ ആയിട്ടാണ് ഞാൻ കൂടുതലും സാൻജോനെ എനിക്ക് തോന്നുന്നു എഫക്റ്റീവ് ആയിട്ട് തോന്നുന്നത്. കുക്കുറേ വന്നു, അത്യാവശ്യം നല്ലോണം ഒരു ഇമ്പാക്ട് ഒക്കെ ഉണ്ടാക്കി. കൈസഡോ ഉണ്ടായിരുന്നില്ല. എൻസോ വേറെ ആരും അങ്ങനെ കാര്യമായിട്ട് കളിച്ചൊന്നുമില്ല. അച്ഛൻ പോകുന്നൊന്നും ഇറക്കില്ല. നമ്മുടെ ജോബ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ്
പറഞ്ഞോളാം. പക്ഷെ ഞാൻ ഈ റിവ്യൂ തുടങ്ങിയതുപോലെ തന്നെ ഒരു റിവ്യൂ അല്ല / കുറെ ഡിസ്കഷൻ പോയിന്റ്സ് ആണ്. ആ ഡിസ്കഷൻ പോയിന്റ്സ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. വീഡിയോ ക്വാളിറ്റിയിൽ ഇഷ്യൂ കൊണ്ട് ഞാൻ നേരെ ലാപ്ടോപ്പിൽ നിന്നാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷെ എനിവേ ഡു ലെറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ തോട്ട്സ് ഇൻ ദ കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് SK ഫ്രം ചാൻസിക്കാരൻ.